ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തുതയാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മുടെ മൂഡ് സ്വിങ്സിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് മൈൻഡ് ട്യൂണർ ആൻഡ് ലൈഫ് കോച്ച് അനിൽകുമാർ PC. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലേ? നമ്മളെപ്പോഴും മൈൻഡിന് നല്ല ഇത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ശരീരവും കൂടി ഒന്ന് മെച്ചപ്പെടുത്താം മൈൻഡിനെ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് തന്നെ അല്ലേ? എനിക്ക് വെള്ളം കുടിച്ചിട്ട് ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുവാനുള്ള അധികാരമില്ല. അതൊരു ഡോക്ടർ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ഒരുപാട് പേരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതുമായൊരു കാര്യമാണ് വെള്ളം കുടിച്ചാൽ മനസ്സിലുണ്ടാവുന്ന മാറ്റം. അങ്ങനെ ഒരു 100% ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്ന ഒരു ഭാഗമാണെന്ന് തോന്നുന്നില്ല എനിക്കത്. പക്ഷേ നമ്മൾക്ക് പ്രാക്ടിക്കലി ചെയ്തു നോക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ എങ്ങനെ എടുക്കണം എന്നറിയോ? ആസ് ആൻ എക്സ്പെരിമെൻറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഒരു 10-15 ദിവസം ചെയ്തു നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഡിഫറൻസും ഇല്ലെങ്കിൽ ചെയ്യണ്ട, ഉപേക്ഷിക്കുക. എന്താ പ്രാക്ടീസ് എന്നറിയോ? വെരി സിമ്പിളാണ്. നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക. വളരെ ശ്രദ്ധിക്കണ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ബോഡിയെ ഓവർ ഹൈഡ്രേറ്റഡ് ആക്കാൻ പാടില്ല. അത് ടോക്സിക് ആണ്. ആവശ്യമില്ലാതെ വെള്ളം കുടിക്കാൻ പാടില്ല. ചില ആളുകൾ ഇങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് വെള്ളം കുടിക്കും. ഇതുപോലെ ഡേഞ്ചർ ആയ ഒരു സാധനം ഉണ്ട്, വെള്ളം കുടി മത്സരം. ഈ ഓണത്തിനൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം അമിതമായാലുണ്ടാകുന്ന ചില സോഡിയം പോലെ ചിലതൊക്കെ കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനത്തെ ഒരു സെൻസിൽ എടുക്കരുത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ഒരു അളവ് നമ്മൾ ഒരു ദിവസം ട്രൈ ചെയ്താൽ കിട്ടും. നമ്മൾ ഒരു ദിവസം അളവ് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഒരു ദിവസം എനിക്ക് ദാഹം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിലുണ്ടായിരിക്കണം. കാറിലാണോ അവിടെ ബോട്ടിലുണ്ടായിരിക്കണം, റൂമിലാണോ ബോട്ടിലുണ്ടായിരിക്കണം, ഓഫീസിലാണോ ബോട്ടിലുണ്ടായിരിക്കണം. ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് അളക്കണം. ഒരളവ് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആവറേജ് എത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അതിനൊരു കണക്കൊക്കെ ഉണ്ടല്ലോ. നമ്മൾക്കറിയാം എല്ലാ ശരീരങ്ങൾക്കും ഒരേ കണക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 40 കിലോ ഉള്ളൊരു മനുഷ്യനുണ്ടാവാം, 120 കിലോ ഉള്ളൊരു മനുഷ്യനുണ്ടാവും. ബോഡിയുടെ സൈസിനൊക്കെ അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ ഒക്കെ അളവിലും അംശത്തിലും വ്യത്യാസം വരും. അതുകൊണ്ട് ഇത് അവനവനങ്ങോട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു സ്വന്തം ഫിസിഷ്യനോടോ മറ്റോ സംസാരിച്ചിട്ടും തീരുമാനിക്കാം. ഒരളവ് കണ്ടുപിടിക്കണം ആദ്യം. എൻ്റെ ഒരു ആവറേജ് പെർ ഡേ എത്ര ലിറ്റർ വെള്ളമാണ് എൻ്റെ ശരീരത്തിന് ആവശ്യം എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഈ ആവശ്യമുള്ള വെള്ളം 2-3 തവണകളിലായിട്ട് ഒരുപാട് അങ്ങോട്ട് കുടിക്കാതിരിക്കുക. അങ്ങനെയാണ് പൊതുവെ നമ്മുടെ വെള്ളം കുടി എങ്ങനെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിൻ്റെ ഗ്യാപ്പിനൊക്കെ ശേഷം നമ്മൾ ഒരു വർക്കിനൊക്കെ ശേഷം ഒരു ഗ്യാപ്പ് എടുത്ത് ഒരു അര ബോട്ടിൽ വെള്ളമൊക്കെ അങ്ങോട്ട് കുടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുടിക്കാതിരിക്കുക. വെള്ളം കുടിക്കുന്നതിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാം. അരമണിക്കൂർ കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ ഇത്തിരി ആയിട്ട് വെള്ളം കുടിക്കുക. കണ്ടിന്യൂ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ്. നിങ്ങൾ എത്ര വെള്ളം കുടിച്ചു എന്ന ചോദ്യമല്ല ഇവിടെ അഡ്രസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചു എന്ന ചോദ്യത്തെയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ ആ വെള്ളം ബ്ലഡിലേക്ക് കലരുന്നു. അപ്പോൾ ആ ബ്ലഡിൽ അതിൻ്റേതായ ആ ഒരു ബ്ലഡ് കുറച്ചുകൂടെ തിന്നാകുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. പിന്നെ ആ വെള്ളം നമ്മുടെ ബോഡി വൈപ്പറാക്കി കളയുന്നുണ്ട്, നീരാവിയാവുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് വിയർപ്പാവുന്നുണ്ട്, പിന്നെ മൂത്രസഞ്ചിയിലേക്ക് നിറയുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കുറയുന്നുണ്ടല്ലോ ബ്ലഡിലെ. അതതിൻ്റെ പീക്ക് കുറയിലേക്ക് എത്തുമ്പോഴാണ് തേഴ്സ്റ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് വരുന്നത്. ഇവിടെ വരളുന്നത്. വരളാൻ നിൽക്കരുത്. ഇത് മാത്രമാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. നിങ്ങൾക്ക് തൊണ്ട വരളൽ എന്ന ഫീൽ ഇല്ലാതെയാക്കണം. അത് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടെ കുറച്ചായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തൊണ്ട വരളില്ലല്ലോ. തൊണ്ട വരളൽ എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാം, നമ്മുടെ ബോഡിയിൽ വസോപ്രസിൻ എന്ന് പറയുന്നൊരു ഒരു ഹോർമോൺ റിലീസാവും. ചിലപ്പോൾ കോർട്ടിസോളും റിലീസാവും. ഇതൊക്കെ നമ്മൾക്കൊരു ഇത്തിരി അശ്രദ്ധ, ഉത്കണ്ഠ, ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ് ഇത്തരം ഹോർമോൺസ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു അവസരം കൊടുക്കാതിരിക്കുക. നമ്മൾ ഇപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 2 സിപ്പ് 3 സിപ്പ് വാട്ടർ അത്രേ കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. അര ഗ്ലാസ്സിനും താഴെ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ ഒരു തവണ. പക്ഷെ പല തവണ കുടിക്കുക. മിനിമം ഒരു ദിവസം ഒരു 20 തവണയൊക്കെ വെള്ളം കുടിച്ചു നോക്കുക. അതേ അളവ് വെള്ളം, പക്ഷെ പല തവണയായിട്ട്. ഇങ്ങനെ കണ്ടിന്യൂ ഹൈഡ്രേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്
ഞാനൊരു വാദം വെക്കുന്നില്ല ഇവിടെ, 15 ദിവസം ചെയ്തു നോക്കൂ. എന്താ സംഭവിക്കുകയെന്നറിയോ? ഒന്നാമത് സംഭവിക്കുന്ന വ്യത്യാസം, ഒരു സസ്റ്റെയിൻ ആകുന്നൊരു ഉന്മേഷം ഉണ്ടാവും. നമ്മളൊരു മോർണിംഗ് ടു ഈവനിങ് ഇങ്ങനെ പോകുമ്പോൾ ഉച്ച കഴിഞ്ഞ് 2-3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഡള്ളാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എനർജി നാച്ചുറലാണ്, അങ്ങനെയാണ് സംഭവിക്കുക. ക്ഷീണം ആ, തോന്നും. ഇതിൽ വലിയ വ്യത്യാസം വരും. നമ്മളിങ്ങനെ എനർജറ്റിക്കായി നിൽക്കുന്നൊരവസ്ഥ വരും. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മെമ്മറി, നമ്മുടെ ലേണിംഗ് എബിലിറ്റി, നമ്മുടെ ടോട്ടൽ ഫ്രഷ്നെസ് എല്ലാം അവിടെ നിലനിൽക്കും. ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാൻ പേഴ്സണലി കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണത്, ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അത്രയും എൻഗേജ്ഡ് ആയ ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ ചില ഹാബിറ്റുകളോട് താൽക്കാലികമായി കോംപ്രമൈസ് ആവാറുണ്ട്. അതുപോലും നമ്മൾക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല നമ്മുടെ ഹാബിറ്റ് പോലും. പക്ഷെ എന്നാലും അല്ലാത്ത എല്ലാ റെഗുലർ ഡേയ്സിലും ഞാനത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കുന്നത് കീപ്പ് ചെയ്യുമെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസിൽ വരുന്നവർക്കൊക്കെ ഈ ഒരു പരീക്ഷണം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് വ്യത്യാസം പറയാറുണ്ട്. ഇതിൽ മെയിനായിട്ട് ആരിലാണ് വ്യത്യാസം കണ്ടിട്ടുള്ളതെന്നറിയോ? ഒരു ഫാറ്റിക് സ്റ്റേജ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഉറക്കം തൂങ്ങികൾ എന്ന് അവരെല്ലാവരും കളിയാക്കും. അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. അവരുടെ ശരീരത്തിനോ മനസ്സിനോ കാര്യമായ പ്രശ്നമുള്ളതുകൊണ്ടാണത്. ഈ ഉറക്കം തൂങ്ങികൾ എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു ഉഷാറില്ല, അതിങ്ങനെ ഇരിക്കുന്ന ഇത്തരം സ്വഭാവക്കാർ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. പിന്നെ ഒരു പ്ലസൻറ്റ് മൂഡ് വളരെ കുറവുണ്ട് എന്ന് തോന്നുന്നവർക്കും ഈ വാട്ടർ, ഇതൊരു മാജിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, ഇറ്റ്സ് എൻ എക്സ്പെരിമെൻറ്റ്. ഇതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്നും ക്ലെയിം ഇല്ല. ബട്ട് ഒരു ഗുഡ് ഹാബിറ്റുകളിൽ ഒന്ന് വളരെ നല്ലൊരു ഗുഡ് ഹാബിറ്റാണ് ഓൾവേസ് ഹൈഡ്രേറ്റഡ്. ഇത് നമ്മുടെ മൂഡിനെ നല്ല പോലെ എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകരോട് തന്നെ പറയട്ടെ, 15 ദിവസം, ഇന്ന് മുതൽ 15 ദിവസം ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാം. 15 ദിവസത്തിന് ശേഷം ഇത് യൂട്യൂബിലുണ്ടാവില്ലേ ഈ എപ്പിസോഡ്, അവിടെ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയ അവിടെ അല്ലേ, അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ 15 ദിവസത്തിന് ശേഷം നിങ്ങളിലുണ്ടായ ഒരു നേരിയ മൂഡ് വ്യത്യാസമോ എനർജി വ്യത്യാസമോ അവരെന്നെ അറിയിക്കട്ടെ, അല്ലേ നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അയ്യോ എനിക്കൊരു മൂഡില്ലെന്നേ, എനിക്കൊരു സന്തോഷം ഇല്ലെന്നേ, എനിക്കൊരു എനർജി ഇല്ലെന്നേ എന്ന് പറയാൻ എളുപ്പമാണ്. ഒരു സിമ്പിൾ സ്റ്റെപ്പ്, ഒരു സിപ്പ് വാട്ടർ, അതുപോലും ചെയ്യാൻ നമുക്ക് തയ്യാറല്ലെങ്കിൽ ഈ പരാതി പറയാനുള്ള യോഗ്യത ഇല്ല. എന്തെങ്കിലും ചെയ്യണ്ടേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ. സോ സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ ഒരു പരിധി വരെ അതെ, നമ്മൾ ഇതൊരു പരിഹാരമായിട്ട് കാണരുത്. പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ സപ്പോർട്ടായിരിക്കും ഫുൾ ടൈം ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ചിലപ്പോൾ ഇതും കൂടെ പറഞ്ഞാൽ എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കിന്നിന്റെ ക്വാളിറ്റി കൂടും, നിങ്ങളുടെ ഹെയറിൻ്റെ ക്വാളിറ്റി കൂടും, എല്ലാത്തിലും ഈ ക്വാളിറ്റി, ഈ ഡ്രൈ ആകുന്ന ഏരിയ, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഗുണം കിട്ടും. ഇത് ഒരു ബ്യൂട്ടി ടിപ്സും കൂടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലേ? എല്ലാവരും സുന്ദരന്മാരാവാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതലും വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, സുന്ദരന്മാരാവുക, സ്ട്രെസ്സ് കുറയ്ക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു സർ. താങ്ക് യു.